എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില ദിവസങ്ങൾക്ക് മുമ്പ് വാട്സാപ്പിൽ ഒരു വീഡിയോ കാണുവാനിടയായി. നിങ്ങളും ഇതിനോടകം ഈ വീഡിയോ കണ്ടു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ ബ്രസീലിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ യുമേഡം കോൺഫറൻസ് 2025 അവതരിപ്പിച്ച ഒരു സ്കിറ്റാണ്. വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ആ സ്കിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞു. ആദ്യമായിട്ടാണ് പെന്തക്കോസ്ത് സഭകളിൽ ഇത്തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു സ്കിറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ലോകം കാണുന്നത്. ഈ സ്കിറ്റിൽ അവതരിക്കപ്പെട്ട വിഷയം ഇതാണ്: ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടി, അവളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന യുവാവ്. അവൾ അവനോട് നീ സ്നാനപ്പെട്ടിട്ട് വരൂ, എന്നാൽ നോക്കാം എന്ന് പറയുന്നു. തുടർന്ന് അവൻ സ്നാന ക്ലാസ്സിന് പോകുന്നു. സ്നാനപ്പെട്ടിട്ട് ഓടി വരുന്ന അവനെ പിന്നെയും അവൾ നിരസിക്കുകയാണ്. നീ പോയി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് വരൂ. അങ്ങനെ അവൻ മനസ്സില്ലാ മനസ്സോടെ അഭിഷേകം പ്രാപിക്കാനായി കാത്തിരിക്കുന്നു. അങ്ങനെ ആ കഥ പോവുകയാണ്. ഈ സ്കിറ്റിൽ പശ്ചാത്തല സംഗീതമായി അവതരിപ്പിച്ചിരിക്കുന്ന ഗാനം നമോ ഡി ക്രെൻഡെ എന്ന ഗാനമാണ്. പോർച്ചുഗീസ് ഭാഷയിൽ ഈ പദത്തിനർത്ഥം ക്രിസ്ത്യൻ ഡേറ്റിംഗ് എന്നാണ്. സാധാരണ ഡേറ്റിംഗ് ശക്തമായിരുന്ന കാലത്ത് ക്രൈസ്തവ സഭാവിശ്വാസികൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിലും ധാർമ്മികതയിലും ഊന്നിയ ഒരു ക്രമീകരണം ആവശ്യമായി വന്നു. അങ്ങനെ ക്രിസ്ത്യൻ ഡേറ്റിംഗ് ഉണ്ടായി. 1967 ബ്രസീലിലും മറ്റും സാധാരണ ഡേറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുവാൻ എഴുതിയ ഗാനമാണ് നമോ ഡി ക്രെൻഡെ എന്ന ഈ ഗാനം. ഈ ഗാനം രചിച്ചത് പ്രശസ്തമായ ബ്രസീലിയൻ ഗോസ്പൽ സിംഗർ എലിസേയു ഗോമസ് എന്നയാളാണ്. ഈ ഗാനത്തിൻ്റെ അർത്ഥം ഇതാണ്: കർത്താവിനെ സേവിക്കുന്നതിൽ സമർപ്പിതയായ ഒരു യുവതിയെ ലോകത്തിൻ്റെ താല്പര്യമനുസരിച്ച് ജീവിക്കുന്ന ഒരു യുവാവ് സമീപിക്കുകയാണ്. അവൾ അവനോട് പറയുകയാണ്, ഇരുട്ടിന് വെളിച്ചവുമായി ജീവിക്കാൻ കഴിയുകയില്ലെന്ന്. എത്ര അർത്ഥസമ്പുഷ്ടമായ വരികൾ! അവൾ അവനോടൊരു കാര്യം തീർത്തു പറഞ്ഞു: യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുമായുള്ള പ്രണയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് അയാൾക്ക് തോന്നിയില്ല. എങ്കിലും അവളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മൂലം അവൻ നേരെ ഒരു പെന്തക്കോസ്ത് സഭയിൽ ചെല്ലുകയാണ്. സ്നാനപ്പെടാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് തിടുക്കത്തിൽ അവൻ കൈ ഉയർത്തി. സഭയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവളോട് സംസാരിക്കാൻ വീണ്ടും അവൻ ഓടുകയാണ്. അവൾ പറഞ്ഞു, എനിക്കറിയില്ല നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്നാനപ്പെടുവാൻ സമ്മതിച്ചതെന്ന്. അവൻ്റെ സ്നാനപ്പെടുവാനുള്ള ഉദ്ദേശശുദ്ധിയിൽ അവൾക്ക് സംശയം തോന്നി. നീ സ്നാനപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ നീയുമായുള്ള ഡേറ്റിങ്ങിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയുള്ളൂ എന്നവൾ പറയുന്നു. അങ്ങനെ 4 മാസം സ്നാന ക്ലാസ്സിൽ അവൻ ദൈവവചനം പഠിക്കുന്നു. ആദ്യ സ്നാന സമയത്ത് തന്നെ അവൻ സ്നാനമേൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവൻ്റെ ആ താല്പര്യം അവൾക്ക് തെറ്റായി തോന്നി. അവൾ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കാമെങ്കിൽ മാത്രമേ ഞാൻ നിന്നോടൊപ്പം ഡേറ്റിംഗ് നടത്തുമെന്ന്. ഉപവാസവും പ്രാർത്ഥനയുമായി അവൻ ദിവസങ്ങൾ വീണ്ടും പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്നു. ഒടുവിൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പിന്നീട് അവനെ തേടി അവൾ വരികയാണ്. അവൻ പറഞ്ഞു, ദൈവഹിതത്തിനായി കാത്തിരിക്കാം. ഒടുവിൽ അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നതും പ്രണയാഭ്യർത്ഥന നടത്തുന്നതുമാണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം. ഈ ഗാനം പോർച്ചുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ബ്രസീലിയൻ സഭകളിൽ പരക്കെ ഉപയോഗിക്കപ്പെടാറുള്ള ഈ പാട്ട് ലോകം മുഴുവനും ശ്രദ്ധിക്കാൻ കാരണം ഇന്നത്തെ സാഹചര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്ന, ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പ്രണയത്തിന് മുന്നിൽ വീണുപോകുന്നു. അങ്ങനെ അവർ മറ്റൊരു വഴിയിലേക്ക് പോവുകയാണ്. അവരുടെ ജീവിതവും അവരുടെ നിത്യതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഈ സ്കിറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ ധാരാളം പേർ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. ലോകത്തെ ക്രൈസ്തവ ജനതയിൽ നല്ലൊരു ശതമാനം ഈ വീഡിയോയെ മനസ്സുകൊണ്ട് ശരിവയ്ക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇതിൽ അഭിനയിച്ച 3 പേരും അഭിനന്ദനത്തിന് അർഹരാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.